പി ജെയിംസ് തുടരുന്നുണ്ട്. ജെയിംസ്, ഇവിടെ അങ്ങേയറ്റത്തെ ഒരു രാജ്യത്തിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന എന്താണ് അങ്ങേയറ്റം വിഘടിച്ച് നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ ശക്തികളില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമില്ലാത്ത മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ IMF മുന്നിൽ ധനസഹായത്തിനായി യാചിക്കേണ്ടി ഗതികേടുള്ള ഒരു രാജ്യം ഇന്ത്യക്കെതിരെ അങ്ങേയറ്റത്തെ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വാർത്താ സമ്മേളനം 10 മണിക്ക്, ഒരു യോഗം 10 മണിക്ക് നടക്കാൻ പോകുന്നു, 10:30 വാർത്താ സമ്മേളനം. നമ്മൾ ഇക്കാലം അത്രയും സ്വീകരിച്ച സമീപനം എസ്കലേഷൻ വേണ്ട, അതേ ഡൊമൈനിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ തിരിച്ചടി എന്നുള്ളതാണ്. അത് ആ നയം ഒരുപക്ഷെ മാറാനിടയുണ്ടോ ജെയിംസ്? പെട്ടെന്ന് മാറാനിടയില്ല ഹാഷ്മി. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വലിയ രീതിയിൽ GDP ഗ്രോത്ത് നിൽക്കുകയാണ്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ ഇന്ത്യക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള GDP ഗ്രോത്തിനെ അതിൻ്റെ വളർച്ചയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. അപ്പോൾ ഒരു ഓൾ ഔട്ട് വാറിന് പോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ ഭീകരാക്രമണം വഴി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാവണം. പലതവണ ഇന്ത്യ ക്ഷമിച്ചതാണ്. അവർ പുൽവാമയിൽ, ഇപ്പോൾ പഹൽഗാമിലടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു. അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഇന്ത്യ ആക്രമണം നടത്തിയപ്പോൾ ഹാഷ്മി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേണമെങ്കിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാമായിരുന്നു. ഇന്ത്യ ചെയ്തില്ല എന്ന് മാത്രമല്ല, ഭീകര കേന്ദ്രങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യയുടെ 15 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്തത് പാകിസ്ഥാനാണ്, ഇന്ത്യയല്ല. എന്ന് മാത്രമല്ല, യാത്രാ വിമാനങ്ങളെ മറയാക്കി വലിയ ദുരന്തമുണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഇന്ത്യ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് അവർക്ക് യാത്രാ വിമാനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നത്. അപ്പോൾ ഈ തരത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്ന ഈ യുദ്ധരംഗത്ത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ HQ-9B എന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട മേഖലയിൽ തന്നെ ഇന്ത്യ ലാഹോറിൽ പോയി അടിച്ച് അത് തകർത്ത് കളഞ്ഞു എന്നുള്ളത് വാർത്ത വന്നു. പാകിസ്ഥാൻ അത് നിഷേധിച്ചു. ഇപ്പോൾ ലോക മാധ്യമങ്ങൾ മുഴുവൻ അത് ശരിവച്ചിരിക്കുന്നു. അവരുടെ HQ-9B ചൈനീസ് നിർമ്മിതമാണ്. ഇന്ത്യയുടെ S-400 ആകാശം വെച്ച് നോക്കുമ്പോൾ വളരെ താഴെ നിൽക്കുന്ന ഒരു എയർ സിസ്റ്റം സംവിധാനമാണത്. അതുകൊണ്ട് അത് തകർത്തു എന്നുള്ള വാർത്ത ശരി തന്നെയാണ്. എന്ന് മാത്രമല്ല, നേരത്തെ ഹാഷ്മി ഓർക്കുന്നുണ്ടാവും, 5 യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയുടെ തകർത്തു എന്ന് പാകിസ്ഥാൻ ചുമ്മാ ഇതടിച്ചു. ലോക മാധ്യമങ്ങൾ മുഴുവൻ ചോദിച്ചു, അവരുടെ പ്രതിരോധ മന്ത്രിയോട് തെളിയിക്കാൻ പറഞ്ഞു. തെളിയിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ലോക മാധ്യമങ്ങൾ CNN അടക്കമുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ നാണം കിട്ട് നിൽക്കേണ്ടി വന്നു പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിക്ക്. അങ്ങനെ നുണക്കഥകൾ അയച്ചുവിടുക. ഇപ്പോൾ വരുന്ന വ്യാജ വാർത്തകളിൽ ഏതാണ്ട് ഒരു 60-70% വാർത്തകൾ പാകിസ്ഥാനിലെ ചില ഗ്രൂപ്പുകൾ ഇരുന്ന് പടച്ചുവിടുന്നതാണ്. ഇന്ധനക്ഷാമത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ അണുവായുധം പ്രയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ വ്യാജ വാർത്തകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ആണവ രാജ്യങ്ങളോട് വളരെ കർശനമായതുണ്ട്. ഞങ്ങൾ ആദ്യം ഇത് പ്രയോഗിക്കില്ല എന്നുള്ളൊരു ഇതുണ്ട്. അത് ഇന്ത്യ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പാകിസ്ഥാൻ അതിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ആണവായുധമൊന്നും അങ്ങനെ എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്ന ആ രാജ്യത്തിൻ്റെ സർവത്ര നാശമാണ്. കാരണം ഇന്ത്യയെ പോലെ ഏതാണ്ട് 3-4 ഇരട്ടി സൈനിക ശക്തിയും നാവിക ശക്തിയും ഒക്കെ ഉള്ള രാജ്യം നിൽക്കുമ്പോൾ എയർഫോഴ്സ് അവരുടെ ഇരട്ടിയാണ്. നമുക്ക് 2300ഓളം ഫൈറ്റർ ജെറ്റ്സ് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈറ്റർ ജെറ്റ്സൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന 2 വിക്രാന്ത് അടക്കം 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഒരു തരത്തിലും പാകിസ്ഥാനെ ഇപ്പോൾ കാണുന്നത് വെച്ചിട്ട് അളക്കാൻ പറ്റില്ല. കരയുദ്ധം വന്നാൽ 15 ലക്ഷം ഇന്ത്യയുടെ ആർമിയോട് പിടിച്ചു നിൽക്കാൻ 6 ലക്ഷം പേരാണ് അവരുടെ കൂടെ ഉള്ളത്. എന്ന് മാത്രമല്ല, 25 ലക്ഷമാണ് നമ്മുടെ പാരാമിലിറ്ററി. ലോകത്തിലെ തന്നെ ഒരു 4th മിലിറ്ററി പവറാണ് ഇന്ത്യ. അവരുടേത് വളരെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയെ വീഴ്ത്താനോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ പറ്റില്ല. ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഒളിയുദ്ധം നടത്താമെന്നല്ലാതെ പാകിസ്ഥാൻ അറിയാം, ഇന്ത്യയോട് കളിച്ചാൽ യാതൊരു തരത്തിലും ജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഈ പാക് അധിനിവേശ കാശ്മീർ അടക്കം ഇന്ത്യയുടെ കയ്യിലാവും. അതിനുവേണ്ടിയാണ് ഒരുപക്ഷെ പാക് അധിനിവേശ കാശ്മീരിൽ ചൈനയോടൊപ്പം ചേർന്ന് അവിടെ കാരക്കോറത്തേക്ക് വഴി നാഷണൽ ഹൈവേ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ POK നമ്മൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ ചൈന കൂടി രംഗത്തിറങ്ങും എന്നുള്ളത് കൊണ്ട് ഈ പാക് അധിനിവേശ കാശ്മീരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഇതിന് മുതിർന്നിട്ടുള്ളത്. ആ കാരക്കോറം ഹൈവേ ചെന്ന് നിൽക്കുന്ന ഗുദാർ എന്ന പുതിയ പോർട്ടിലാണ്. പാകിസ്ഥാന് അറബിക്കടലിലേക്ക് ആക്സസ് കിട്ടുന്ന ഗുദാർ പോർട്ട് നിർമ്മിച്ചു നൽകിയതും ചൈനയാണ്. ചൈന യുദ്ധരംഗത്തില്ലെങ്കിലും ചൈനയുടെ മുഴുവൻ ആയുധങ്ങളും അതുപോലെ തന്നെ പിന്തുണയും വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ കളി കളിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാണ്. അവിടെ രാഷ്ട്രീയ അസ്ഥിരതയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല.